Types of communication. First one, formal communication and informal communication. Then second one, verbal communication and non-verbal communication. Verbal communication. ആ വാക്കിനകത്ത് തന്നെ അതിനർത്ഥമുണ്ട്. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? വേർഡ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെ വേർഡ്സ് ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമയത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതർ പീപ്പിൾ. Verbal communication refers to the form of communication in which message is transmitted verbally. ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റഡ് വെർബലി. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ട് വിധത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ First one oral communication, then second one written communication. Oral communication എന്ന് പറഞ്ഞാൽ വാചികമായ ആശയവിനിമയം, written communication എന്ന് പറഞ്ഞാൽ ലിഖിതമായ ആശയവിനിമയം. എനിക്ക് തോന്നുന്നു ഇത് വളരെ വിപുലമായി ഒരു വിശദീകരണം തരേണ്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം നിങ്ങൾ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ ധാരാളമായി അറിയുന്നവരാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാം, റിട്ടൺ കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് അറിയാം. വാട്ട്സ് ദ മീനിങ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിട്ടൺ സൈൻസ് ഓർ സിംബിൾസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്. നമുക്കറിയാം, നാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഭാഷയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് സംസാരിക്കുമ്പോഴാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാപ്പിയൻസ് സംസാരിക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം നാം ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാപ്പിയൻസ് സംസാരിക്കുവാൻ ആരംഭിച്ചെങ്കിലും ഏത് കാലഘട്ടത്തിലാണ് ലിഖിത ഭാഷ അഥവാ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. കച്ചവടം ആരംഭിച്ച കാലത്തായിരിക്കാം ലിഖിത ഭാഷ രൂപപ്പെട്ടത് എന്ന് വിശ്വസിച്ചു പോരുന്നു, എന്ന് കരുതപ്പെട്ടു പോരുന്നു. 8 9 ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്, ആദ്യകാലത്ത് ലിഖിത ഭാഷ ചിത്രരൂപത്തിലായിരുന്നു. പിന്നീട് സുമേറിയക്കാരും ഈജിപ്ഷ്യൻ സമൂഹമായിരുന്നു ലിഖിത ഭാഷ ആദ്യമായി പ്രചാരത്തിൽ വെച്ചത്. ചിന്തിക്കണം, സുമേറിയക്കാരും ഈജിപ്ഷ്യൻ സമൂഹവുമായിരുന്നു ലിഖിത ഭാഷ അഥവാ റിട്ടൺ ലാംഗ്വേജ്, ലിഖിത ഭാഷ ആദ്യമായി പ്രചാരത്തിൽ വെച്ചത്. ഇങ്ങനെ ഇത്തരം ചിത്രലിഖിതങ്ങളാണ് പിന്നീട് അക്ഷരമാലയുടെ ഉത്ഭവത്തിന് കാരണമായത്. അപ്പൊ ഏറ്റവും ആദ്യം എങ്ങനെയായിരുന്നു? ലിഖിത ഭാഷ എന്നുള്ളത് ചിത്രരൂപത്തിലായിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള ചിത്രലിഖിതങ്ങൾ പിന്നീട് അക്ഷരമാലയുടെ ഉത്ഭവത്തിന് കാരണമായി. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. യൂറോപ്യനായ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1452 ഗുട്ടൻബർഗ് അച്ചടി യന്ത്രത്തിൽ ബൈബിൾ പ്രിന്റ് ചെയ്യപ്പെട്ടു. ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം എന്ന ബഹുമതി ബൈബിളിന് ലഭിച്ചു. ഏകദേശം 180ഓളം കോപ്പി 3 ദിവസം എടുത്തിട്ടാണ് ബൈബിൾ അച്ചടിച്ച് ഇറക്കിയത്. CBSEയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് വിശദമായി ഒരു ലേഖനം തന്നെ അതിനകത്ത് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങളത് പഠിച്ചതായിരിക്കാം. പക്ഷെ ഞാൻ ഇതിനോടൊപ്പം എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് ടു ഷെയർ ഇൻഫർമേഷൻ with other people. Verbal communication refers to the form of communication in which message is transmitted verbally. Message is transmitted verbally. Then the verbal communication divided into two, that is oral communication and written communication. In written communication, written signs or symbols are used to communicate. Then second one is non-verbal communication. Verbal communication അറിയാമെങ്കിൽ നമുക്ക് എന്തറിയാം? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അറിയാം. സാധാരണ നമ്മൾ പറഞ്ഞു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയാൻ സാധിക്കും. അതുപോലെ it is just opposite of the verbal communication, that is known as a non-verbal communication. In non-verbal communication അങ്ങനെയെങ്കിൽ എന്താണ് non-verbal communication? Non-verbal communication is the sending or receiving wordless message. Verbal communication എന്ന് നമ്മൾ എന്ത് പറഞ്ഞു? Is the use of the words to share information with other people. Verbal communication is the use of the words to share information with other people. അങ്ങനെയാണെങ്കിൽ non-verbal communication is the sending or receiving the wordless message. ടേം ഓർത്തിരിക്കുക, wordless message. We can say that
communication other than oral and written. വാചികമായോ ലിഖിതമായോ എഴുതപ്പെടുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സച്ച് ആസ് gestures, body language, posture, tone of voice or facial expression is called non-verbal communication. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദ സ്പീക്കർ. നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നു. 2 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 2 എന്നുള്ള നമ്മുടെ വിരലുകൾ ഉപയോഗിക്കുന്നു. 1 എന്ന് പറയുമ്പോൾ നാം അറിയാതെ തന്നെ 1 എന്നുള്ള നമ്മുടെ വിരലുകൾ ആംഗ്യങ്ങൾ കാണിക്കുന്നു. നാം പറയാതെ തന്നെ ഏതിലൂടെ നമ്മളിവിടെ പറഞ്ഞു, സച്ച് ആസ് gestures, body language, posture, tone of voice or facial expression is called non-verbal communication. ഇവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് എ വേർഡ്ലെസ് മെസ്സേജ്, വാക്കുകളില്ലാത്തതാണ് എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദ സ്പീക്കർ. ഒരു സ്പീക്കറുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയപ്പെടുന്നു. സാധാരണ രീതിയിൽ നമുക്ക് പറയപ്പെടാം, ഒരു സെന്റൻസ് ആണ്, മലയാളത്തിലുള്ള ഒരു സെന്റൻസ് ആണ്, എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തു. ഇതൊരു സെന്റൻസ് ആണ്, സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. എന്നാലും സെന്റൻസ് ശ്രദ്ധിക്കുക, എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തു.